ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 2 പതിറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദവിക്ക് ഇതോടെ വിരാമമാകും. 2027 നടക്കാനിരിക്കുന്ന ഡിജിറ്റൽ സെൻസസിനായുള്ള തയ്യാറെടുപ്പുകൾ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് വിമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതിനെ തുടർന്ന് മുതിർന്ന നേതാവ് പി.കെ. ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതേസമയം ജി. സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കാതെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുന്നതായും സൂചനയുണ്ട്. കേരളത്തിലുടനീളം SSLC പരീക്ഷകൾ ഇന്ന് ആരംഭിച്ചു. 4.17 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം കേരളത്തിൽ നിന്നുള്ള പഴം, പച്ചക്കറി കയറ്റുമതി സ്തംഭിച്ചു. വിമാനങ്ങൾ റദ്ദാക്കിയതും ആകാശപാതകൾ അടച്ചതും തിരിച്ചടിയായി. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം ഒരാഴ്ചത്തേക്ക് പിൻവലിച്ചു. എന്നാൽ തിരുവനന്തപുരത്ത് മിനിമം ശമ്പളം 40,000 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം തുടരുകയാണ്. ഗവർണറുടെ അംഗീകാരത്തോടെ മലയാളം കേരളത്തിന്റെ ഏക ഔദ്യോഗിക ഭരണഭാഷയായി മാറി. കന്നഡ, തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഇത് നടപ്പിലാക്കുക.